കാറ്റുമാറി വീശിയത് ജോസ് കെ മാണി കണ്ടില്ലേ എന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ്. കണ്ണടച്ചിരുട്ടാക്കിയാലൊന്നും പറയാനില്ലെന്നും പറഞ്ഞു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് ഗ്രൂപ്പിന് എന്ന ജോസ് കെ മാണിയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു ജോസഫ്. കേരള കോൺഗ്രസ് എൽ.ഡി.എഫിൽ തന്നെ നിൽക്കട്ടെയെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. തെറ്റായ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൽ അർത്ഥമില്ല. ജനങ്ങൾ വരട്ടെ, അല്ലാതെ നേതാക്കളെ വിളിച്ചു ചേർക്കുന്ന പരിപാടി വേണ്ടെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. അത്തരം കാര്യങ്ങളോടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. യാഥാർത്ഥ്യങ്ങൾ കാണാതെയുള്ള പ്രതികരണമാണ് അതൊക്കെ. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ രാഷ്ട്രീയ സ്ഥിതി മാറ്റാൻ അവരൊരു ശ്രമം നടത്തി. ഇടുക്കിയിലെ 17 ജില്ലാ ഡിവിഷനുകളിൽ 14 യു.ഡി.എഫ് വിജയിച്ചു. റോഷിയുടെ നിയോജകമണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും യു.ഡി.എഫിന് ഭൂരിപക്ഷമുണ്ട്. ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടിത്താനത്ത് 7300 വോട്ടിലേറെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ അവരോട് തോറ്റത്. ഇത്തവണ അത് മറികടന്ന് 700ഓളം വോട്ടിനെ ഞങ്ങൾ വിജയിച്ചു. കുറവിലങ്ങാടും കടുത്തുരുത്തിയിലും അവരെ തോൽപ്പിച്ച് ഞങ്ങൾ വിജയിച്ചു. പാലാ മുനിസിപ്പാലിറ്റി സ്ഥിരമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം കിട്ടിയില്ല. ഈ കാറ്റ് മാറി വീശിയത് അവർ കണ്ടില്ലേ? കണ്ണടച്ചിരുട്ടാക്കിയാൽ ഒന്നും പറയാനില്ല. അവർ അവിടെത്തന്നെ നിൽക്കട്ടെ. അവരെ കൂടാതെ ഞങ്ങൾ വിജയം കൈവരിച്ചതല്ലേ? അവരുടേത് തെറ്റായ നയങ്ങളാണ്. സ്വർണ്ണപ്പാളി മോഷണത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. തെറ്റുകളെല്ലാം മൂടിവെച്ച് അവിടെ നിൽക്കുന്നവർ അവിടെത്തന്നെ നിൽക്കട്ടെ എന്നേ പറയാനുള്ളൂ. അതുമാത്രമല്ല, ഇടുക്കി പാക്കേജിന് അനുമതി ലഭിച്ച 56 കോടിയിൽ 1 രൂപ പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ല. വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും നിറവേറ്റിയിട്ടില്ല. അത് ജനം തിരിച്ചറിഞ്ഞു. ഈ ദുർഭരണത്തിനെതിരെ ഒരു മാസ് രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളാകെ ഈ ഭരണത്തിനെതിരാണ്. പൊള്ളയായ അവരുടെ പരിപാടികളൊന്നും ഇനി വിലപ്പോകില്ല. തൊടുപുഴയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായാണ് നിന്നത്. വി.ഡി. സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫും അടൂർ പ്രകാശും ഞാനുമെല്ലാം ഒറ്റവേദിയിൽ ഒരുമിച്ചാണ് പ്രചാരണം ആരംഭിച്ചത്. അതിനിയും തുടരും. ഞങ്ങൾ കൂട്ടായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടും. ജോസ് കെ മാണി യു.ഡി.എഫിലേക്കില്ലെന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കളാണല്ലോ താൽപ്പര്യം കാണിക്കുന്നത്. ഞങ്ങളാരെയും ക്ഷണിച്ചിട്ടില്ലെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. യു.ഡി.എഫിന്റെ വിജയത്തിന് അവർ അനിവാര്യരല്ല. തെറ്റായ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അവരെ മാറ്റി നിർത്തിയാലും മുന്നണി വിട്ടുപോയ ആർ.ജെ.ഡി. ഉൾപ്പെടെയുള്ള കക്ഷികൾ തിരിച്ചുവരണമെന്ന അഭിപ്രായമുണ്ടോ? ജനങ്ങൾ വരട്ടെ, അല്ലാതെ നേതാക്കളെ വിളിച്ചു ചേർക്കുന്ന പരിപാടി വേണ്ടെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. ജനങ്ങൾ വരട്ടെ, അല്ലാതെ നേതാക്കളെ വിളിച്ചു ചേർക്കുന്ന പരിപാടി വേണ്ട. നമ്മുടെ ആശയത്തോട് യോജിക്കുന്ന ജനങ്ങൾ വരട്ടെ. യു.ഡി.എഫ് ഇപ്പോൾ തന്നെ ശക്തമാണ്. അതിന്റെ തെളിവാണ് ഈ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 അതേ സീറ്റ് നില തന്നെ ആകുമോ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? അത് മതിയല്ലോ. ഓരോരുത്തർക്കും ശക്തിയുള്ള സ്ഥലത്ത് യോഗ്യരായ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകും. കോട്ടയം പാർലമെന്റ് സീറ്റ് നൽകിയപ്പോൾ നിയമസഭയിൽ കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കുമെന്ന ധാരണയുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനെ കുറയുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. തൊടുപുഴയിൽ പി.ജെ. ജോസഫ് ആയിരിക്കുമോ സ്ഥാനാർത്ഥി, അതോ മകൻ അപ്പു ജോൺ മത്സരിക്കുമോ?